കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈൽ സ്ക്രീൻ എങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് മിറർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തും. ഈ സോഫ്റ്റ്വെയറിന്റെ പേര് മിറർ ഗോ എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സോഫ്റ്റ്വെയർ ലഭിക്കുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. മിറർ ഗോ ആൻഡ്രോയിഡ് റെക്കോർഡർ എന്നാണ് ഇതിന്റെ പേര്. വണ്ടർഷെയർ കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ട്രൈ ഇറ്റ് ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് മിറർ ചെയ്യുക. അതിനുശേഷം ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. അങ്ങനെ കുറേയേറെ പുതിയ ഫംഗ്ഷനുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ എന്തൊക്കെ ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നോക്കാം. മൗസ് ആൻഡ് കീബോർഡ്, ഫുൾ സ്ക്രീൻ, ഹൈ ഡെഫിനിഷൻ, സ്ക്രീൻ ക്യാപ്ചർ ഓപ്ഷൻ ഇതിൽ ലഭിക്കും. റെക്കോർഡ്, സിങ്ക്, ഗെയിം ഡേറ്റ, ഹോട്ട് കീ, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഇതിൽ ലഭിക്കും. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ഇറ്റ് ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതിനുശേഷം സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഫയൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതിന് സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏത് റെസൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഞാനിവിടെ അൾട്രാ HD ക്വാളിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഹിയർ വി ഗോ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത ഓപ്ഷനിൽ വന്നിരിക്കുന്നത് USB വൈഫൈ. നിങ്ങൾക്ക് USB കേബിൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണ് കമ്പ്യൂട്ടറിലേക്ക് മിറർ ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വൈഫൈയുടെ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറിലേക്ക് മിറർ ചെയ്യാൻ സാധിക്കും. വൈഫൈയുടെ ത്രൂ നിങ്ങൾ മിറർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിറർ ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ടുള്ള QR കോഡ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇത് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മിറർ ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇവിടെ USB കേബിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് മൊബൈൽ കമ്പ്യൂട്ടറിലേക്ക് മിറർ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ എന്റെ ഫോൺ ഇവിടെ കണക്ട് ചെയ്യുകയാണ് USB കേബിൾ ഉപയോഗിച്ച്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണക്ടിംഗ് എന്ന് എഴുതി വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ഫോൺ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഫോൺ മിറർ ആയി കഴിഞ്ഞപ്പോൾ ഫോണിന്റെ സൈസ് ഇവിടെ ചെറുതായിട്ടാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വലുതാക്കാനായിട്ട് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ മിറർ ചെയ്തിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അസസ് എനേബിൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചെക്ക് ഇറ്റ് നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തത് എനേബിൾ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇഗ്നോർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, എന്റെ ഫോൺ ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് മിറർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഫോണിന്റെ മൗസ് ഉപയോഗിച്ചും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ടച്ച് ചെയ്തുകൊണ്ടും ഫോണിലെ ഓരോ കാര്യങ്ങൾ ഓപ്പൺ ആക്കാനും ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യിക്കാനും സാധിക്കും. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിലെ ചില സെറ്റിംഗ്സ് ഒന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടൂൾ ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്നത് ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ലഭിക്കും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫുൾ വേർഷൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കും. അതല്ല ട്രയൽ വേർഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അതിനുശേഷം താഴെയായിട്ടൊരു ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നോക്കുക, ഇതേപോലെ നിങ്ങൾക്ക് ഓരോ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നോക്കുക. അടുത്ത ഓപ്ഷനാണ് ട്രാൻസ്ഫർ ഫയൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകൾ ഡ്രാഗ് ചെയ്തിട്ടാൽ മതിയാവും. അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും ഫുൾ സ്ക്രീൻ. ഫുൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ കമ്പ്യൂട്ടറിൽ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ സാധിക്കും. നോക്കുക, ഇപ്പോൾ ഫുൾ സ്ക്രീനിലാണ് വന്നിരിക്കുന്നത്. ഇതത്ര നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഓരോരുത്തരുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്തായാലും ഫുൾ സ്ക്രീൻ മാറ്റുകയാണ്. കാരണം ഞാൻ ഈ ആപ്ലിക്കേഷൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ലുക്കിൽ ഫോൺ സ്ക്രീൻ ലഭിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ലഭിക്കും. സെറ്റിംഗ്സിൽ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. ഓട്ടോ ലോഞ്ച്
മിറർ ഗോ ഓൺ വിൻഡോസ് സ്റ്റാർട്ടപ്പ്. വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന ഓപ്ഷനാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അതിനുശേഷം നോട്ടിഫിക്കേഷൻ, ടേൺ ഓൺ ആപ്പ് നോട്ടിഫിക്കേഷൻ, ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എനേബിൾ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അതിനുശേഷം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. സ്ക്രീൻ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം. ട്രാൻസ്ഫർ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോ ഇൻസ്റ്റാൾ APK ആഫ്റ്റർ ട്രാൻസ്ഫർ, അതായത് നിങ്ങൾ APK ഫയൽ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാൾ ആകുന്ന ഓപ്ഷനാണ്. അത് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. റെക്കോർഡ് സ്ക്രീൻ സെറ്റിംഗ്സ്, അതിന്റെ സെറ്റിംഗ്സ് ഇവിടെ നിന്ന് ലഭിക്കും. ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫീഡ്ബാക്ക് അബൌട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്പേഴ്സുമായിട്ട് ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. ഇനി നിങ്ങൾക്ക് വൈഫൈയുടെ ത്രൂ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വൈഫൈ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലും കമ്പ്യൂട്ടറിലും സെയിം വൈഫൈ കണക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡിവൈസ് ഡേറ്റ കേബിളിന്റെ സഹായമില്ലാതെ മിറർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.